എൻ്റെ അനു, ഹോസ്പിറ്റലിൽ കഴിയുന്ന ആള് നമുക്ക് വേണ്ടപ്പെട്ട ആരും അല്ലെന്നും അയാൾക്ക് വേറെ അവകാശങ്ങളുണ്ടെന്നും അവിടെ നിന്ന ധനം നമ്മളോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അനു നീ ഈ പത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് വിശകലനം ചെയ്യുന്നേ? ഇന്ദ്രേട്ടാ, ഈ പത്രം ഞാൻ വാങ്ങിച്ചതല്ല. ഒരാള് കൊണ്ടുവന്നെന്നെ ഏൽപ്പിച്ചതാ. ആര്? ഇന്ദ്രേട്ടന്റെ അച്ഛനെ നേരിട്ട് അറിയാവുന്ന ഒരാള്. കുഞ്ഞമ്മ. പത്രത്തിലെ ഫോട്ടോ കണ്ട് സംശയം തോന്നിയിട്ട് ഇന്ദ്രേട്ടനെ അറിയിക്കാൻ വേണ്ടി കുഞ്ഞമ്മ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ കുഞ്ഞമ്മയെ കണ്ടേ. ഇത് അച്ഛനാണെന്ന് അവര് ഉറപ്പിച്ചു പറഞ്ഞോ? എന്ന് ചോദിച്ചാ അവർക്ക് മാത്രമായിട്ട് ഇത് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇന്ദ്രേട്ടന്റെ അമ്മയും ഇന്ദ്രേട്ടനും അല്ലേ ഇത് സ്ഥിരീകരിക്കേണ്ടത്. ഇന്ദ്രേട്ട, ഈ ഫോട്ടോ കാണിച്ച് ഇന്ദ്രേട്ടന് അമ്മയോട് സംസാരിക്കാൻ പറ്റില്ലേ? ഇത് ഇല്ലേനു, ഇതൊന്നും ഒരിക്കലും അമ്മ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ നമ്മൾ എന്തിനാ ഒരു വയ്യാവിലെടുത്ത് തലവെക്കുന്നേ? ഇന്ദ്രേട്ടന് ഇത് വയ്യാവേലിയായിട്ടാണ് തോന്നുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അമ്മയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇവിടെ വന്ന ദിവസം തന്നെ അമ്മ ഈ ഫോട്ടോസൊക്കെ കത്തിച്ചു കളയോ? നമ്മള് ഹോസ്പിറ്റലിൽ വരെ പോയ സ്ഥിതിക്ക് ആ റൂമിൽ കയറി ആ മനുഷ്യനെ കാണേണ്ടതായിരുന്നു. അങ്ങനെ ആ ധനഞ്ചേട്ടൻ പറയുന്ന കേൾക്കാതെ അയാളെ പോയിന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ദ്രന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കില്ല. ഉറപ്പ്. അനു, ദേവി ഏത് നിന്റെ ഈ അന്വേഷണം ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കേ. ഇന്ദ്രേട്ടാ, ഇനി നമ്മൾ അമ്മയെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അമ്മ തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. പ്ലീസ്. ഇനി അഥവാ നീ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണെങ്കിൽ നമ്മുടെ അമ്മ അംഗീകരിക്കാതെ ആ മനുഷ്യന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ദ്രേട്ടൻ ഇപ്പോഴും അമ്മയെ പേടിയായതുകൊണ്ട് കഴിയില്ലെന്ന് പറ. പേടിച്ചിട്ടല്ല, അച്ഛനെന്ന് പറയുന്ന ആളോട് എനിക്കൊരു സിമ്പതി ഇല്ലാത്തതുകൊണ്ടാ. എന്തൊക്കെ പറഞ്ഞാലും അന്ന് അമ്മയോടും ഞങ്ങളോടും ആ മനുഷ്യൻ ചെയ്ത ദ്രോഹം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അനു, നീ അത് വിട്ടുകള. അച്ഛനിലൂടെ പെറ്റമ്മ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹമൊന്നും എനിക്കിപ്പില്ല. ഇനിയിപ്പോ അതറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ എപ്പോഴും അമ്മയ്ക്കെതിരായിട്ടൊന്നും ചെയ്യാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഈ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല ഇന്ദ്രേട്ട. ഹോസ്പിറ്റലിൽ കഴിയുന്നത് ഇന്ദ്രേട്ടൻ്റെ അച്ഛനാണെങ്കിൽ
ഞാൻ അദ്ദേഹത്തെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എന്നാൽ എനിക്ക് സമാധാനാവും. അനുവിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പാ.